ഈവനിങ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളെ മൊഡ്യൂൾ 2നെ കുറിച്ചിട്ട് ബ്രെയിൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മേജറായിട്ട് നോക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. CNS, ദാറ്റ് മീൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതിലപ്പോൾ മേജറായിട്ട് വരുന്ന രണ്ട് ഏരിയാസ് ഏതൊക്കെ? നമ്മളെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ മേജറായിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് തിങ് അതിൻ്റെ ഒരു ഇൻട്രോ പോലെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എന്താ, അതേപോലെ ബ്രെയിനിൻ്റെ ഏരിയാസ് എന്താ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു അനാട്ടമി, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഓവറോൾ ബ്രെയിൻ എന്താ, അതിൻ്റെ കാര്യങ്ങൾ എന്താ, അത്ര ഒരു ഏരിയയാണ് മേജറായിട്ട് ഇതിൽ പോകുന്നത്. ദെൻ സെക്കൻഡ് തിങ് ആയിട്ട് അതിൽ പറയുന്നത് നമ്മളെ സ്പൈനൽ കോഡും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ഒരു ഏരിയാസും. അത്ര കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, പക്ഷേ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അത്യാവശ്യം മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മൊഡ്യൂളാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? നമ്മളിവിടെ ഒരു ബ്രെയിനിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ. ഇതിലെന്താ? ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് എ കോംപ്ലക്സ് ഓർഗൻ ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് ദ ബോഡി. ഏതാ? ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? ഒരു കോംപ്ലക്സ് ഓർഗനാണ്. പിന്നെന്താ? അത് നമ്മളൊരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് ദ ബോഡി. ഓവറോൾ നമ്മളെ വളണ്ടറി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും, ഇറ്റ്സ് ലൈക്ക് നമ്മളെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് മൂവ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെ ഓവറോൾ എന്താ, നമ്മളെ ബ്രെയിനാണ് നമ്മളെ ബോഡിയിൽ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ബോണി കവറിങ് കോൾഡ് ക്രാനിയം. നമ്മളെ ക്രാനിയത്തിൻ്റെ അല്ലെങ്കിൽ അത് നമ്മളെ തലയോട്ടി, സ്കള്ള്, അതിൻ്റെ ഉള്ളിലാണ് എന്ത്, നമ്മൾ അതൊരു കവറിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, ബ്രെയിനിനെ അതാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു കവറിങ് ആയിട്ട് എന്ത്, ക്രാനിയാണ് നിൽക്കുന്നത്. ദ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ദ സെറിബ്രം റെസ്പോൺസിബിൾ ഫോർ ഹയർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ദ സെറിബെല്ലം ഇൻവോൾവ്ഡ് ഇൻ കോർഡിനേഷൻ ആൻഡ് ബാലൻസ്, ദ ബ്രെയിൻ സ്റ്റം വിച്ച് റെഗുലേറ്റ്സ് ബേസിക് ലൈഫ് ഫങ്ഷൻസ് സച്ച് ആസ് ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് റേറ്റ്. ഏതാ? നമ്മളെ സെറിബ്രം കൺസിസ്റ്റ് ചെയ്യുന്ന എന്താ, നമ്മളെ ഹൈ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനും, പിന്നെ സെറിബെല്ലം ഇതാക്കുന്നത് എന്തിനാണ്, നമ്മളെ കോർഡിനേഷനും ബാലൻസിനും, അതുപോലെ തന്നെ എന്താ ബ്രെയിൻ സ്റ്റെം ഇതാക്കുന്നുണ്ടോ നമ്മളെ ബേസിക് ലൈഫ് ഫങ്ഷൻസും ബ്രീത്തിങ്. അതിനെ നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുക ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രെയിൻ എന്താ ഇങ്ങനെ കുറച്ചുകൂടി നമ്മൾ പാർട്ടും കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇൻട്രോ ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. ദ ഹ്യൂമൻ ബ്രെയിൻ റെഗുലേറ്റ്സ് തോട്ട്സ്, ഇമോഷൻസ്, മൂവ്മെൻറ്റ്സ് ആൻഡ് കൺട്രോൾസ് തോട്ട്സ്, മെമ്മറി ആൻഡ് സ്പീച്ച്, ആം ആൻഡ് ലെഗ് മൂവ്മെൻറ്റ്സ്. കണ്ടോ, നമ്മളെ മൊഡ്യൂൾ 3 പഠിച്ചിരുന്നു നമ്മളെ വെർണിക്സ് ഏരിയ, അതേപോലെ ബ്രോക്കാസ് ഏരിയ, ആ കാര്യങ്ങളൊക്കെ, സ്പീച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പം എന്താ, ഹ്യൂമൻ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ തോട്ട്സിന്, ഇമോഷൻസിന്, മൂവ്മെൻറ്റ്സിന്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മെമ്മറി, സ്പീച്ച്, ആം ലെഗ് മൂവ്മെൻറ്റ്സ്, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവറോൾ ഒരു കൺട്രോളിങ് അവിടെ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബ്രെയിൻ along with the spinal cord forms central nervous system. It is site of information processing and controlling. ഏതാണ്? ഹ്യൂമൻ ബ്രെയിൻ ഇതായിട്ട് നിൽക്കുന്നത് ഏതാ, നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് അലോങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെന്താ, ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും കൺട്രോളും ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ, സസ്പെൻഡഡ് ഇൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ദ ബ്ലഡ് സ്ട്രീം ബൈ ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഏതാ? നമ്മളെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, നമ്മളെ ബ്ലഡ് ബ്രെയിൻ ബാരിയറും അതേപോലെ CSF, നമ്മളെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡൊക്കെ ആയിട്ട് ഇതാക്കിയിട്ട് എന്താ, ഇപ്പോൾ സ്കള്ളിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത്, നമ്മളെ ബ്രെയിൻ വരുന്നത് എന്നാണ് പറയുന്നത്. ദ അഡൾട്ട് ഹ്യൂമൻ ബ്രെയിൻ വെയ്റ്റ്സ് ഓൺ ആവറേജ് അബൌട്ട് 1.2 to 1.4 kg. ഒരു ആവറേജ് ഇപ്പോൾ നമ്മളൊക്കെ ഒരു അഡൾട്ട് ഇതായിട്ടുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാ, 1.2 to 1.4 kg വരെയാണ് എന്ത്, അതിൻ്റെ ഹ്യൂമൻ വെയ്റ്റ്സ് വരുന്നത്. ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് പ്രൈമർലി കമ്പോസ്ഡ് ഓഫ് ന്യൂറോൺസ്, ഗ്ലിയൽ സെൽസ് ആൻഡ് ന്യൂറൽ സ്റ്റെം സെൽസ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഏതാണ്? നമ്മളെ ന്യൂറോൺസും ഗ്ലിയൽ സെൽസും ന്യൂറൽ സ്റ്റെം സെൽസും അതുപോലെ തന്നെ എന്താ ബ്ലഡ് വെസൽസൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത്, നമ്മളെ ബ്രെയിൻ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലൈക്ക് ഇപ്പോൾ ഏതാ ഒരു ഹെൽമെറ്റ് വിയറിങ്ങിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, ആ ഒരു കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈമിൽ റിമൈൻഡ് ചെയ്യാൻ പറ്റും. അത്രയും
വലിയൊരു ഏരിയ നമ്മളുടെ ആ ഒരു തലയുടെയും മുടിയുടെയും സ്കള്ളിൻ്റെ അകത്തുണ്ട്. പക്ഷേ ചെറിയ വെയിറ്റാണ്. ഇത്രയൊരു ഫങ്ഷൻസും കാര്യങ്ങളും എന്താണ് നമ്മളെ ബ്രെയിനിൻ്റെ ആ ഒരു ഭാഗത്ത് ബ്രെയിനാണ് എന്ത് നടത്തുന്നത്. അപ്പോൾ അത്രയും അവിടെ എന്തെങ്കിലും കോസസ് ആയിട്ട് എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അതൊക്കെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ മേജറായിട്ട് 3 ഏരിയയാണ് ഹ്യൂമൻ ബ്രെയിനിൻ്റെ വരുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, അതേപോലെ തന്നെ ഹിൻ ബ്രെയിൻ. ഇത് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൽ ഫോർ ബ്രെയിൻ ആണ് എന്ത് ഏറ്റവും വലിയ ഏരിയ ആയിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ ജസ്റ്റ് ഒരു അനാട്ടമി പോലെ പറയുന്നത്, ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ക്രാനിയൽ ക്യാവിറ്റി ദാറ്റ് ഈസ് വിത്തിൻ ദ സ്കൾ. ഏതാ ഒരു ക്രാനിയൽ ക്യാവിറ്റിയുടെ അകത്തായിട്ടാണ് എന്ത് ബ്രെയിൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള. അനാട്ടമി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. സ്കൾ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ബ്രെയിൻ ഫ്രം ഡോർസൽ, ലാറ്ററൽ ആൻഡ് ഫ്രോണ്ടൽ സൈഡ്സ്. ഏതാ നമ്മൾ ഓവറോൾ ഡോർസലും ലാറ്ററലും ഫ്രോണ്ടൽ സൈഡ്സ് എന്നൊക്കെ എന്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരാ ഈ ഒരു സ്കളാണെന്നാണ് പറയുന്നത്. ഇൻസൈഡ് ദ ക്രാനിയൽ cavity the brain is suspended in cerebrospinal fluid. Cerebrospinal fluid is a clear and colorless fluid that surrounds the brain and spinal cord. CSF ഒക്കെ നമ്മൾ ഏതാ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യം. അതെന്താ ഓർഡർലെസ് ആണ്, കളർലെസ് ആണ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മളെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും എന്തുണ്ട് സറൗണ്ട് ചെയ്തിട്ടാണ് CSF വരുന്നതെന്നാണ് പറയുന്നത്. Each side of the brain divided into different lobes. Various lobes are explained as follows. നമ്മളെ ബ്രെയിൻസിൻ്റെ ലോബ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ബ്രെയിൻ ലോബ്സ് അത് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഫ്രണ്ടൽ ലോബ്, അതേപോലെ തന്നെ ഏതാ പാരൈറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, ഓസിപിറ്റൽ ലോബ്. ഇപ്പോൾ ഏതാ FPTO അങ്ങനെ പറയാം നമുക്ക്. FPTO അല്ലെങ്കിൽ പോഫ്റ്റ്, POFT ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം. ജസ്റ്റ് മാക്സിമം ഫിസിയോളജിയൊക്കെ നമുക്ക് ഇതേപോലെ ഒരു നോമിനൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഡ്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ലൊക്കേറ്റഡ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ലോബ്. ഫ്രോണ്ടൽ ലോബാണ് എന്ത് നമ്മളെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ലോബ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഈ ഫ്രോണ്ടൽ ലോബിലാണ് എന്ത് നമ്മളെ ഈ ഒരു ഫോർ ബ്രെയിൻ അല്ലെങ്കിൽ ആറ് ഭാഗത്തൊക്കെ വരുന്നതാണ് എന്ത് നമ്മൾ ഈ ഒരു ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ് ഇത്, ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ് ഫോർ ബ്രെയിൻ വരുന്നത്. അപ്പോൾ അതിലുള്ളതാണ് ഇത് നമ്മൾ ഈ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഏതാ രണ്ടും ലാർജസ്റ്റ്. അപ്പോൾ അങ്ങനെ അത് കണക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിരിക്കും. ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, സ്പീച്ച് ആൻഡ് ഇൻ്റലക്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ഹയർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് സച്ച് ആസ് റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഇതിലാണ് നമ്മൾ എന്ത് സെറിബെല്ലൊക്കെ വരുന്നുണ്ടാവുക. അതാണ് അവിടെ എന്ത് സ്പെഷ്യലായിട്ട് വോളണ്ടറി മൂവ്മെൻറ്റും സ്പീച്ച്, IQ, അതുപോലെ തന്നെ ഏതാ നമ്മളെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ദാറ്റ് മീൻസ് നമ്മളെ തോട്ട്സ്, മെമ്മറി, ഇമോഷൻസ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഓവറോൾ ദ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ എന്തുണ്ട് നമ്മളെ ഈ ഒരു ഫ്രണ്ടൽ ലോബിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. കണ്ടെയ്ൻ ദ മോട്ടോർ കോർട്ടക്സ് വിച്ച് കൺട്രോൾസ് ദ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഏതാ നമ്മൾ സെറിബെല്ലത്തിൻ്റെ പറഞ്ഞില്ലേ, സെറിബെല്ലത്തിൻ്റെ ഒരു ഏരിയയാണ് നമ്മളെ ബാലൻസും മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മളെ മോട്ടോർ കോർട്ടക്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് പാരൈറ്റൽ ലോബ്, ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബാക്ക് ഓഫ് ദ ബ്രെയിൻ. നമ്മൾ ഏതാ ഒരു ബാക്ക് പോർഷനിലൊക്കെ ആയിട്ടാണ് എന്ത് ഇത് ഇതാക്കിയിട്ടുള്ളത്. സോ നമ്മൾ ഈ ബ്രെയിൻ്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഹെയർ വെച്ച് നോക്കുമ്പോൾ ഈ ഫ്രോണ്ടൽ ലോബ് ഏരിയയാണ് ബാക്ക് പോർഷൻ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ പാരൈറ്റൽ ഓസിപിറ്റൽ ലോബൊക്കെ ഉണ്ടോ അങ്ങനെയാണ് ബാക്കിലേക്ക് വരിക. ഫ്രണ്ടിലേക്കുള്ള പോർഷൻ കുറവായിരിക്കും, ബാക്കിലേക്കാണ് അങ്ങനെ ഉണ്ടാവും. അതിലൊരു ഓറഞ്ച് ഏരിയയൊക്കെ വരുന്നുണ്ട്, അതാണ് പിന്നെ ഈ സ്പൈനൽ കോഡിൻ്റെ ഇതായിട്ട് അങ്ങനെ ഇറങ്ങിപ്പോവുക, അങ്ങനെയാണ് വരിക. ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ബാക്ക് ഓഫ് ദ ബ്രെയിൻ ബിഹൈൻഡ് ദ ഫ്രോണ്ടൽ ലോബ്. ബിഹൈൻഡ് ദ ഫ്രോണ്ടൽ ലോബ്, ഫ്രോണ്ടൽ ലോബ് കഴിഞ്ഞിട്ടാണ് എന്ത് ഇത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബിൻ്റെ ബാക്കിൽ എന്ന് പറയാം. പ്രോസസ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി ഇൻക്ലൂഡിങ് ടച്ച്, ടെമ്പറേച്ചർ ആൻഡ് സ്പേഷ്യൽ അവയർനെസ്. നമ്മളെന്താ ഒരു
സെൻസറി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ബോഡിയിലും കാര്യങ്ങളിലും, അല്ലെങ്കിൽ എന്താ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ ദ സെൻസ് ദാറ്റ് ഈസ് വെറൈറ്റൽ ലോബ്. ഇറ്റ് കണ്ടെയ്ൻസ് സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് വിച്ച് ഇൻ്റർപ്രറ്റ് ടാക്ടൈൽ സെൻസേഷൻ. നമ്മളെ ടാക്ടൈൽ സെൻസേഷൻസ് എന്താണ് ഈ ഒരു വെറൈറ്റൽ ലോബ് ഇതാക്കുന്നുണ്ട്, നമ്മൾ സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെ മേജറായിട്ടുള്ള സെൻസുകൾ ഏതൊക്കെയുള്ളതെന്ന് നമുക്കറിയാലോ. ആ ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇതിലായിട്ട് പറയുന്നത്. സോ ടാക്ടൈൽ സെൻസ് നമുക്ക് ത്രൂ ദ ടച്ചിങ് ആ ഒരു സെൻസേഷൻ്റെ കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഏതാ നമ്മൾ പോഫ്റ്റിൽ POFT പാരൈറ്റൽ ലോബ് കഴിഞ്ഞു, ഫ്രോണ്ടൽ ലോബ് കഴിഞ്ഞു, ദെൻ ഏതാ TOയും കൂടി ഉണ്ട് അല്ലേ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടെമ്പോറൽ ലോബ്, located near the ears on the either sides of the brain, near the temples. ഇപ്പോൾ ഏതാ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു ബ്ലൂ ഏരിയ, അതാണ് നമ്മൾ ഒരു ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത്. ഇൻവോൾവ് ഇൻ ഓഡിറ്ററി പ്രോസസ്സിങ്, നമ്മൾ ഇയേഴ്സിൻ്റെ സൈഡിലാണ് അത് ഇതാക്കിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇൻവോൾവ് ഇൻ ഓഡിറ്ററി പ്രോസസ്സിങ്, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആൻഡ് മെമ്മറി. നമ്മളുടെ ലാംഗ്വേജ് കറക്റ്റായിട്ട് ഇപ്പോൾ ത്രൂ നമുക്ക് ഒരു കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് ലാംഗ്വേജും കാര്യങ്ങളും ലേൺ ചെയ്യാനും അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് കോംപ്രഹെൻഷനിലും മെമ്മറിയിലും എന്ത് ചെയ്യുന്നുണ്ട് ടെമ്പോറൽ ലോബിന് വലിയൊരു റോളുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് റെക്കഗ്നൈസ് പീപ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ആൻഡ് ഇൻ്റർപ്രറ്റ് അതർ പീപ്പിൾസ് ഇമോഷൻസ്. എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കാനും പിന്നെ ലാംഗ്വേജ് മനസ്സിലാക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റൊരാൾക്കാരെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് മനസ്സിലാക്കിയെടുക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെമ്പോറൽ ലോബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഓസിപിറ്റൽ ലോബ്, ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ. ഇതാണ്ടോ ഈ ഒരു ഭാഗമാണ് ഓസിപിറ്റൽ ലോബ് എന്ന് പറയുന്നത്. പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ വിഷ്വൽ പ്രോസസ്സിംഗ് including the interpretation of visual stimuli and object recognition. It controls how process shapes, colors and movement. occipital optometry അല്ലെങ്കിൽ നമ്മളെ വിഷ്വൽ എന്നൊക്കെ പറയാൻ പറ്റും. വിഷ്വൽ സ്റ്റിമുലി ഒബ്ജക്റ്റ് റെക്കഗ്നേഷൻ, നമ്മളെ വിഷ്വൽ പ്രോസസ്സിങ്ങും അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക അതിനെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷേപ്സ്, കളേഴ്സ്, മൂവ്മെൻറ്റ്സ്, പിന്നെ ഒരു പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ആണ് ഈ ഒരു കാര്യത്തിനൊക്കെ മേജറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇത്ര ഏരിയയാണ് നമുക്ക് മേജറായിട്ട് ലോബ്സിൽ പഠിച്ചു. ലോബ്സ് ഏതൊക്കെയാണല്ലോ പഠിച്ചു, ഫ്രോണ്ടൽ ലോബ്, പെരൈറ്റൽ ലോബ്, ദെൻ ടെമ്പോറൽ ലോബ്, അതുപോലെ തന്നെ ഓസിപിറ്റൽ ലോബ്. ഇത്രയാണ് നമുക്ക് ലോബ്സ് ഏതൊക്കെയാണെന്നുള്ളത് മേജറായിട്ട് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ നെക്സ്റ്റ് വൺ നമുക്ക് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻ ബ്രെയിൻ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഏരിയാസും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്.